നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഇന്ത്യയിലെ ഗവൺമെൻറ്, ലോക്സഭ, രാജ്യസഭ. ഗവൺമെൻറ്റിനെ മൂന്നായി തരംതിരിക്കാം: നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. നീതിന്യായ വിഭാഗം സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. സംയുക്ത ഭരണവ്യവസ്ഥ. കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതിയാണ് സംയുക്ത ഭരണവ്യവസ്ഥ. സംയുക്ത ഭരണവ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതറിയപ്പെടുന്നത് ഏകായത്ത ഭരണവ്യവസ്ഥ എന്നാണ്. വിസ്തൃതവും പ്രാദേശിക വൈവിധ്യം നിറഞ്ഞതുമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഫെഡറൽ ഭരണ സംവിധാനം സഹായിക്കുന്നു. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗം, നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗം, നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗം. പാർലമെൻറ്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ലെജിസ്ലേച്ചർ ആണ് പാർലമെൻറ്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരം പാർലമെൻറ്റ് മന്ദിരമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 79. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. രാജ്യസഭയും ലോക്സഭയും പ്രസിഡന്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത് പ്രസിഡന്റാണ്. രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാൽ ആണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നത്. പാർലമെൻറ്റിൻ്റെ ചുമതലകൾ. ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിൻ്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബിൽ എന്ന് പറയുന്നത്. ഒരു സാധാരണ ബിൽ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. 2 സഭകളിലും ബിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു ബിൽ നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ. 1-ാം വായന ബിൽ അവതരിപ്പിക്കുന്നു. 2-ാം വായന ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. 3-ാം വായന ബിൽ മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. 1-ാം സഭ പാസാക്കിക്കഴിഞ്ഞാൽ സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബിൽ 2-ാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. 2-ാം സഭയിലും മുകളിൽ പറഞ്ഞ 3 ഘട്ടങ്ങളുണ്ട്. ബിൽ 2 സഭകളിലും പാസാക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ബിൽ നിയമമായി മാറുന്നു. 2 സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ഇടവേള 6 മാസമാണ്. വർഷത്തിൽ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നത് 3 തവണയാണ്. വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം.
ചില സാഹചര്യങ്ങൾ 4 സമ്മേളനങ്ങൾ ചേരുന്ന സഭയാണ് രാജ്യസഭ. ചോദ്യോത്തരവേള ക്വസ്റ്റ്യൻ അവർ. പാർലമെൻറ്റിൻ്റെ ഓരോ സിറ്റിങ്ങിൻ്റെയും ആദ്യ മണിക്കൂറിനെയാണ് ചോദ്യോത്തരവേള എന്നറിയപ്പെടുന്നത്. പാർലമെൻറ്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയിലൂടെയാണ്. പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് 11 മണിക്കാണ്. 12 മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും. 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ്. 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് അംഗങ്ങൾ ചോദിക്കുന്നത്. 1. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ സ്റ്റാർഡഡ് ക്വസ്റ്റ്യൻസ്. 2. നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്. 3. ലഘു നോട്ടീസ് ക്വസ്റ്റ്യങ്ങൾ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. 2014 നവംബർ മുതൽ രാജ്യസഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയത്തിൽ മാറ്റം വരുത്തി ഇപ്പോൾ 12 മണിക്കാണ് രാജ്യസഭ ചോദ്യോത്തരവേള ആരംഭിക്കുന്നത്. ലോക്സഭയിൽ 11 മണിക്കാണ് ചോദ്യോത്തരവേള ആരംഭിക്കുന്നത്. ശൂന്യവേള 0 അവർ. ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിലുള്ള സമയമാണ് ശൂന്യവേള. പാർലമെൻറ്റ് അംഗങ്ങൾക്ക് അടിയന്തര പ്രമേയം ഉന്നയിക്കാനുള്ള അനൗപചാരിക മാർഗമാണ് ശൂന്യവേള. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണയ്ക്ക് വരുന്നത് ശൂന്യവേള സമയത്തായിരിക്കും. പാർലമെൻ്ററി രംഗത്ത് ഇന്ത്യയുടെ സംഭാവനയാണ് ശൂന്യവേള. 1962 0 അവർ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ശൂന്യവേളയെക്കുറിച്ച് പാർലമെൻറ്റിൻ്റെ നിയമ നടപടിക്രമങ്ങൾ പരാമർശിച്ചിട്ടില്ല. ശൂന്യവേളയ്ക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. എങ്കിലും സാധാരണയായി ഉച്ചയ്ക്ക് 12-നും 1-നും ഇടയിലാണിത്. ധനബിൽ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ അറിയപ്പെടുന്നത് ധനബിൽ എന്നാണ്. ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. 14 ദിവസത്തിനകം രാജ്യസഭാ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ്. ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. പാർലമെൻറ്റിൻ്റെ മറ്റു ചുമതലകൾ. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തിരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടനാ ഭേദഗതി. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ: ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. തിരഞ്ഞെടുപ്പ് ചുമതല: രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ്. ഭരണഘടനയിലെ ഭേദഗതി: ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ. ലോക്സഭ: ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ അല്ലെങ്കിൽ ലോവർ സഭ ആണ് ലോക്സഭ. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലോക്സഭയാണ്. ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത്? 81-ാം വകുപ്പ്. ലോക്സഭ രൂപീകൃതമായത് 1952 ഏപ്രിൽ 17. ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 13. ഹൗസ് ഓഫ് ദി പീപ്പിൾ. ലോക്സഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 മെയ് 14. ലോക്സഭ ജനങ്ങൾ നേരിട്ട് 543 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. നിലവിൽ ലോക്സഭാംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നില്ല. മുൻപ് 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. 5 വർഷമാണ് കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. ലോക്സഭയുടെ പരവതാനിയുടെ നിറം പച്ച. കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ലോക്സഭയിലാണ്. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്ന പരമാവധി അംഗങ്ങൾ 550. ലോക്സഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ 543. ലോക്സഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരുന്ന അംഗങ്ങളുടെ എണ്ണം 2. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന് 2020 104-ാം ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം പാർലമെൻറ്റ് റദ്ദാക്കി.
ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഫ്രാങ്ക് ആൻ്റണി, AET ബാരോ. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഫ്രാങ്ക് ആൻ്റണി. ലോക്സഭയുടെ കാലാവധി 5 വർഷം. ലോക്സഭാംഗത്തിൻ്റെ കാലാവധി 5 വർഷം. ലോക്സഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ്. ലോക്സഭ പിരിച്ചുവിടുന്നത് പ്രസിഡന്റ്. ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് 80. ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങൾ ഉള്ള രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര 48. ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി 7. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത സുശീല ഗണേശ് മാവ്ലങ്കർ 1956. ലോക്സഭയിലേക്ക് ഒരംഗത്തെ മാത്രം അയക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 3. മിസോറം, നാഗാലാൻഡ്, സിക്കിം. രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ 3. ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ. ലോക്സഭയുടെ അധികാരങ്ങൾ. യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നു. ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. നികുതി ചുമത്തൽ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു. ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, തീരുമാനങ്ങൾ, പ്രമേയങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യുന്നു. കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉള്ള ലോക്സഭ 17ാം ലോക്സഭ 2019-2024 78 പേർ. ഏറ്റവും ദൈർഘ്യമേറിയ ലോക്സഭ 5ാം ലോക്സഭ 1971-77. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോക്സഭ 12ാം ലോക്സഭ 1998-99. ലോക്സഭാംഗമായ ആദ്യ മലയാളി വനിതകൾ ആനി മസ്ക്രീൻ, തിരുവനന്തപുരം 1952. അമ്മു സ്വാമിനാഥൻ, ഡിങ്കിഗൽ 1952. രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി N മേനോൻ 1952 ബീഹാറിൽ നിന്നും. കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത ഭാരതി ഉദയഭാനു 1954. അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എന്ന കൃതി രചിച്ചത് ഭാരതി ഉദയഭാനു. രാജ്യസഭയിലും ലോക്സഭയിലും അംഗമായ ആദ്യ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. ഇന്ത്യയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് പ്രീതം മുണ്ടെ. 16ാം ലോക്സഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ബീഡ് മണ്ഡലത്തിൽ നിന്നും 6,96,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചു. നിലവിലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. നിലവിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുൺധേൽ. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മജോറിയോ ഗോഡ്ഫ്രെ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി SN മുഖർജി. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി MN കൗൾ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വനിത VS രമാദേവി. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വനിത സ്നേഹലത ശ്രീവാസ്തവ. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാംഗമായിരുന്നത് നജ്മ ഹെപ്തുള്ള. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാംഗമായിരുന്നത് ഇന്ദ്രജിത് ഗുപ്ത. സ്പീക്കർ. ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ. ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാംഗങ്ങൾ അവരുടെ ഇടയിൽ നിന്നാണ്. ലോക്സഭാ സ്പീക്കർ
ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 93. ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രോടേം സ്പീക്കർ. 17-ാം ലോക്സഭയിലെ പ്രോടേം സ്പീക്കർ ആയിരുന്ന വ്യക്തിയാണ് വീരേന്ദ്രകുമാർ, BJP, മധ്യപ്രദേശ്. ലോക്സഭയുടെ ആദ്യ സ്പീക്കർ GV മവ്ലങ്കർ. ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത മീര കുമാർ, ഡെപ്യൂട്ടി സ്പീക്കർ. ലോക്സഭയുടെ ഉപാധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കർ. സ്പീക്കറുടെ അഭാവത്തിൽ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. ലോക്സഭയുടെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ MA അയ്യങ്കാർ. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. 17-ാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള. ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ലോക്സഭ. ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് സ്പീക്കർക്ക്. രാജ്യസഭ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ, അപ്പർ ഹൗസ് ആണ് രാജ്യസഭ. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്? 80-ാം വകുപ്പ്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3. രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1952 മെയ് 13. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 ഓഗസ്റ്റ് 23. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ്. അർദ്ധവൃത്താകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിൽ. രാജ്യസഭ. തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭ. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. രാജ്യസഭയുടെ കാലാവധിയില്ല. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷം. 2 വർഷം കൂടുമ്പോൾ രാജ്യസഭയുടെ 3/1 ഭാഗം അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും പുതിയ അംഗങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. അതിനാൽ രാജ്യസഭയെ മൊത്തത്തിൽ പിരിച്ചുവിടാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങൾ ഉള്ളത് ഏത് സംസ്ഥാനത്തു നിന്നാണ്? ഉത്തർപ്രദേശ് 31. ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങൾ ഉള്ള രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര 19. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. നിലവിൽ കേരളീയരായ രാജ്യസഭാംഗങ്ങളുടെ എണ്ണം 12. KC വേണുഗോപാൽ, രാജസ്ഥാൻ. B മുരളീധരൻ, മഹാരാഷ്ട്ര. രാജീവ് ചന്ദ്രശേഖർ, കർണാടക. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട PT ഉഷ ഉൾപ്പെടെ. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ 245. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? 12. രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന്. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഏതൊക്കെ വിഭാഗത്തിൽ നിന്നാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്? കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം. നിലവിൽ രാജ്യസഭാ നേതാവ് പീയൂഷ് ഗോയൽ. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതി. നിലവിലെ രാജ്യസഭാ സ്പീക്കർ ജഗദീപ് ധൻഖർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളികൾ: സർദാർ KM പണിക്കർ 1959 1966, G രാമചന്ദ്രൻ 1964 1970, G ശങ്കരക്കുറുപ്പ് 1968 1972, അബു എബ്രഹാം 1972 1978, കസ്തൂരി രംഗൻ 2003 2009, സുരേഷ് ഗോപി 2016 2022, PT ഉഷ 2021. നിലവിൽ രാജ്യസഭാ അംഗമാണ്. രാജ്യസഭയുടെ അധികാരങ്ങൾ: ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക, രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു,
ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകുവാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ്. അനുച്ഛേദം 249. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ KM പണിക്കർ. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ചാൾസ് ഡയസ്. ചെയർമാൻ. രാജ്യസഭയുടെ അധ്യക്ഷൻ ചെയർമാൻ. രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ S. രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ചെയർമാനായിരുന്നത് ഡോക്ടർ ഹമീദ് അൻസാരി. രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണൻ. ചെയർമാൻ്റെ അഭാവത്തിൽ രാജ്യസഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത ശ്രീമതി വൈറ്റ് ആൽവ. ഇന്റർ പാർലമെൻ്ററി യൂണിയൻ്റെ ആജീവനാന്ത പ്രസിഡന്റ് നജ്മ ഹെപ്തുള്ള. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി M. ജേക്കബ്. രാജ്യസഭാംഗം രാജിക്കത്ത് നൽകുന്നത് ചെയർമാന്. ലോക്സഭാംഗം രാജിക്കത്ത് നൽകുന്നത് സ്പീക്കർക്ക്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ രണ്ടാമത്തെ മലയാളി PJ കുര്യൻ. നിലവിലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായണൻ സിംഗ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടൻ പൃഥ്വിരാജ് കപൂർ. ആദ്യ സിനിമാ നടി നർഗീസ് ദത്ത്. ആദ്യ മലയാള സിനിമാ നടൻ സുരേഷ് ഗോപി. ആദ്യ ശാസ്ത്രജ്ഞൻ സത്യേന്ദ്രനാഥ് ബോസ്. ആദ്യ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ K. കസ്തൂരിരംഗൻ. ആദ്യ കവി മൈഥിലി ശരൺ ഗുപ്ത. ആദ്യ മലയാള കവി G. ശങ്കരക്കുറുപ്പ്. ആദ്യ ചിത്രകാരൻ M.F. ഹുസൈൻ. ആദ്യ പക്ഷി നിരീക്ഷകൻ സലീം അലി. ആദ്യ കായിക താരം ദാരാ സിംഗ്. ആദ്യ കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം. സംസ്ഥാന നിയമനിർമ്മാണ സഭ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നിയമനിർമ്മാണ സഭകൾ ഉണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. രണ്ട് സഭകളുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി അധോസഭ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉപരിസഭ എന്നിങ്ങനെ രണ്ട് സഭകളുള്ള ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണുള്ളത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി. സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന അസംബ്ലിയിലേക്കുള്ള അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാലാവധി 5 വർഷം. ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗത്തിൻ്റെ കാലാവധി 5 വർഷം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉത്തർപ്രദേശ് 403. ഏറ്റവും കുറവ് അംഗങ്ങളുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി സിക്കിം 32. ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിക്ക് പരമാവധി എത്ര നിയോജക മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കാം? 2. നിയമസഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 178. ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അനുച്ഛേദം 169 അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള അധികാരം പാർലമെൻറ്റിനാണ്. നിലവിൽ 6 സംസ്ഥാനങ്ങളിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സംസ്ഥാനങ്ങൾ: ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന. കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യയിൽ എത്ര തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത്? 2. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്.
രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും അറിയപ്പെടുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്നാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വിരമിക്കുന്നതുവരെ അവർ സർവീസിൽ തുടരും. ഉദ്യോഗസ്ഥ വൃന്ദം അറിയപ്പെടുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് എന്നാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.